ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാട്ടുതീക്കിളി കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വിവാഹത്തിനായി ഒരുങ്ങി സുനന്ദ വരുന്നതും കാത്ത് ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് സുഭാഷും അനുജന്മാരും നിധിയും. നട അടയ്ക്കാറായിട്ടും സുനന്ദ വരുന്നില്ല. സുഭാഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ നിധിയുടെ അരികിലേക്ക് ചെന്ന് ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തി എന്തു പറ്റി? നിധി പറയുന്നു, രാവിലെ എന്നോട് ഉറപ്പായും പറഞ്ഞതാണ് 10 മണിയാകുമ്പോഴേക്കും ക്ഷേത്രത്തിൽ വരാമെന്ന്. ഇപ്പൊ വിളിച്ചപ്പോഴും ഉടനെ വരാമെന്നാ പറഞ്ഞത്. എന്താ പറ്റിയതെന്നറിയില്ല. ഹരീഷ് പറയുന്നു, ഏട്ടത്തിയുടെ തെറ്റല്ല, അവളുടെ ജോലി ഇത് തന്നെയാ. നമ്മളോട് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണ്, ഞാൻ വരാമെന്നൊക്കെ പറയും. പക്ഷെ അവൾ അവളുടെ വീട്ടുകാർ പറയുന്നത് കേട്ട് അവിടെ ഇരിക്കും. നികേഷ് പറയുന്നു, സുനന്ദ പറയുന്നത് കേട്ടല്ലേ നമ്മളെല്ലാം റെഡിയാക്കിയത്, എന്നിട്ടിപ്പോൾ അവള് വരുന്നില്ല. ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ നിധി സുനന്ദയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കരഞ്ഞോണ്ടിരിക്കുന്ന സുനന്ദ കോള് കണ്ട് അറ്റൻഡ് ചെയ്യാനായി തുടങ്ങുമ്പോൾ ആരടിയെന്ന് ചോദിച്ച് ഫോൺ എടുത്ത് നോക്കുകയാണ് ലളിത. നിധിയുടെ കോള് കണ്ട് ദേഷ്യത്തോടു കൂടി ലളിത പറയുന്നു, എല്ലാത്തിനും കാരണം ഇവളാ. ഇവൾ അടിയെന്ന് പറഞ്ഞ് ഫോൺ വലിച്ചെറിയുകയാണ് ലളിത. ഇത് കണ്ട് ഞെട്ടി അമ്മാന്ന് വിളിക്കുകയാണ് സുനന്ദ. നിധി പറയുന്നു, എടുക്കുന്നില്ല. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് നികേഷും ഹരീഷും സുധീഷും. തുടർന്ന് ലളിത പറയുന്നു, നിന്നെ ഇത്രയും മാറ്റിയെടുത്തത് അവളാ. അപ്പോഴേ ഞാൻ വിചാരിച്ചു നിന്റെ ജീവിതം നശിപ്പിക്കാനായി എവിടുന്നോ വന്നതവളാ. ഇവിടെ വാക്ക് കേട്ട് ആ മേസ്തിരിച്ചെറുക്കനെ കല്യാണം കഴിക്കാനായി വീട്ടുകാരെ എല്ലാം ധിക്കരിച്ച് പോകാൻ റെഡിയായവളല്ലേ നീ. 5 വർഷം മുമ്പ് നിന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു. അതറിയാമോടി നിനക്ക്? നിന്റെ അച്ഛൻ പറഞ്ഞു മോള് വിഷമിക്കും, അവളോട് പറയരുതെന്ന്. ഡോക്ടർ നിന്റെ അച്ഛനോട് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയും ചെയ്യരുത്, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ നിന്റെ അച്ഛൻ അതൊന്നും കേട്ടില്ല. ഞാനും നിന്റെ അമ്മാവനും എത്ര പറഞ്ഞെന്നറിയുമോ? എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം, അതുവരെ ഞാൻ ഗൾഫിൽ നിന്നേ പറ്റുകയുള്ളൂ, പോയേ പറ്റൂ എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടിയാണ് അച്ഛൻ ഗൾഫിലേക്ക് പോയത്. നിനക്കൊരു അസുഖം വന്നാൽ ഇല്ലാത്ത കാശുണ്ടാക്കി ഗൾഫിൽ നിന്നും വരും, എന്നിട്ട് നിന്റെ ഒപ്പം ഇരിക്കും. നീ ജനിച്ചപ്പോൾ എത്ര സന്തോഷിച്ചെന്നറിയുമോ നിന്റെ അച്ഛൻ? വീട്ടിലേക്ക് മഹാലക്ഷ്മി വന്നു എന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് നീ മാത്രം മതിയെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്ക് തന്നെ തരണമെന്ന് വിചാരിച്ചു. നിനക്ക് അനിയനോ അനിയത്തിയോ ഉണ്ടായാൽ ഞങ്ങൾക്കുള്ളതെല്ലാം പങ്കിട്ട് കൊടുക്കേണ്ടി വരുമല്ലോ. എല്ലാം നിനക്ക് മാത്രം വേണമെന്ന് കരുതിയാണ് ഞങ്ങൾക്കിനിയും കുട്ടികള് വേണ്ടാന്ന് വെച്ചത്. ചില ദിവസങ്ങളിൽ നിന്റെ അച്ഛൻ വിളിക്കുമ്പോൾ നീ ഉറങ്ങിപ്പോകും. വീഡിയോ കോൾ ചെയ്ത് ഉറങ്ങുന്ന നിന്നെ കണ്ടിട്ടാ കോള് കട്ട് ചെയ്യുന്നത്. ഇപ്പൊ നിന്നോട് ദേഷ്യപ്പെടുന്നതും അനുസരിപ്പിക്കുന്നതും മാത്രമേ നിനക്കറിയൂ. നിന്നെ വളർത്താൻ ആ മനുഷ്യൻ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കേ അറിയൂ. അങ്ങനെയുള്ള നിന്റെ അച്ഛനെ നാണം കെടുത്തിയിട്ട് ഈ വീട്ടിൽ നിന്നും പോകാൻ തീരുമാനിച്ചല്ലോടി നീ. തുടർന്ന് സുഭാഷിന്റെയും നിധിയുടെയും അരികിലേക്ക് വന്ന പൂജാരി പറയുന്നു, നട അടയ്ക്കാൻ പോവുകയാണ്, എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ. തുടർന്ന് സുധീഷ് പറയുന്നു, ഇനി അവള് വരത്തില്ല. സുഭാഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ കരങ്ങോണ്ട് നിധി പറയുന്നു, സോറി സുഭാഷ് ഏട്ടാ, സുനന്ദ വരുമെന്ന് എനിക്ക് വാക്ക് തന്നതാണ്. അത് വിശ്വസിച്ച ഞാൻ സുഭാഷ് ഏട്ടനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെ വരാതിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. സോറി സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ വരത്തില്ല എന്ന് പറഞ്ഞതാ ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നത്. എന്നോട് ക്ഷമിക്കണം സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ നിധി പൊട്ടിക്കരയുകയാണ്. സുഭാഷ് പറയുന്നു, മോളെ കരയല്ലേ, എനിക്ക് ഒരു വിഷമവും ഇല്ല. കല്യാണമൊക്കെ ദൈവം തീരുമാനിക്കുന്നതല്ലേ. സുനന്ദ വരാത്തതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. സുനന്ദയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ. നിങ്ങൾ എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഒരു വിഷമവും ഇല്ല മോളെ. മോൾ എന്തിനെ കൊച്ചു കുട്ടികളെ പോലെ കരയുന്നത്? കണ്ടു തുടക്കെ മോള് കരയുന്നതാ ഇപ്പൊ എന്റെ വിഷമം. എടാ വാടാ നമുക്ക് പോകാം. നിധി മോളെ വാ നമുക്ക് പോകാം. പൊട്ടിക്കരഞ്ഞ് കൈകൂപ്പി നിധി പറയുന്നു, സോറി സുഭാഷ് ഏട്ടാ, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ നിധി കൈകൂപ്പുമ്പോൾ കണ്ടു നിറഞ്ഞ സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ ഇത്? ഇത് കണ്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷും നികേഷും ഹരീഷും. സുധീഷ് പറയുന്നു, നിധി കരയാതെ. നിധി നല്ലത് ചിന്തിച്ചാണ് എല്ലാം ചെയ്തത്. സുനന്ദ വരാത്തതിന് നിധി എന്ത് തെറ്റാ ചെയ്തത്? കരയാതെ പ്ലീസ്. ഈ സമയം ക്ലോക്കിലേക്ക് നോക്കി പൊട്ടിക്കരയുകയാണ് സുനന്ദ. ലളിത പറയുന്നു, എടി അമ്മയെ വിശ്വസിക്ക്, നിനക്കെല്ലാം നല്ലതേ നടക്കൂ. തുടർന്ന് സുഭാഷിന്റെ അരികിലേക്ക് വന്ന പൂജാരി പറയുന്നു, ഇതാ കല്യാണത്തിനു വേണ്ടി വാങ്ങിയ താലി. സുഭാഷ് വിഷമത്തോടുകൂടി ആ താലി വാങ്ങുമ്പോൾ പൊട്ടിക്കരയുകയാണ് നിധി. സുധീഷും നികേഷും ഹരീഷും കണ്ടു നിറഞ്ഞ വിഷമത്തോടുകൂടി നിൽക്കുന്നു. ആ താലി പോക്കറ്റിലേക്ക് ഇട്ട് സുഭാഷ് പറയുന്നു, വാ പോകാം. അങ്ങനെ സുഭാഷ് അവിടെ വന്ന് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് എല്ലാവരും. തുടർന്ന് രാത്രി സുഭാഷ് വരുന്നതും കാത്ത് കരഞ്ഞുകൊണ്ട് ഹോളിലിരിക്കുകയാണ് നിധി. തൊട്ടരികിൽ ഹരീഷും നികേഷും ഉണ്ട്. സുധീഷ് സുഭാഷിനെയും കൂട്ടി അവിടേക്ക് വരുമ്പോൾ കൈകൂപ്പി പൊട്ടിക്കരഞ്ഞ് നിധി പറയുന്നു, സോറി സുഭാഷ് ഏട്ടാ, ഞാൻ കാരണമാ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. സുഭാഷ് ചോദിക്കുന്നു, എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നത്? എന്തിനാ എന്നോട് ഇങ്ങനെ സോറി പറയുന്നത്? നിധി പറയുന്നു, സത്യമായിട്ടും ഇന്ന് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. ഇങ്ങനെയാകുമെന്ന് ഞാൻ ചിന്തിച്ചത് പോലുമില്ല. സുഭാഷ് പറയുന്നു, അതിന് എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഹരീഷ് പറയുന്നു, ഏട്ടത്തി അത് വിട്. സുനന്ദയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ പ്രാവശ്യം ഞങ്ങളും അവളെ വിശ്വസിച്ചു. അവൾ ഇങ്ങനെ ചെയ്തതിന് ഏട്ടത്തി എന്ത് തെറ്റാ ചെയ്തത്? കരയാതെ. സുഭാഷ് പറയുന്നു, ഇന്ന് എന്താ സംഭവിച്ചത്? നമ്മൾ ക്ഷേത്രത്തിൽ പോയി കുറച്ചു നേരം ഇരുന്നു. ഞാനും ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ചു നാളായി. നമ്മൾ കുറച്ചധികം സമയം അവിടെ ഇരുന്നു എന്ന് കരുതിയാ മതി. നീ കരയുന്നതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. നോക്ക് എന്റെയും കണ്ണെല്ലാം നിറഞ്ഞു വരുന്നുണ്ട്. മോള് കരയാതെ. ഏട്ടത്തി കരയാതെ എന്ന് പറഞ്ഞ് നികേഷ് നിധിയെ സമാധാനം
സമാധാനിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ നിധി പറയുന്നു, സോറി, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുപാട് വിഷമിപ്പിച്ചു. സുഭാഷ് പറയുന്നു, വിടും മോളെ, ഇങ്ങനെ കരഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും അസുഖം വരും. സുധീഷ് പറയുന്നു, കരയാതെ വാ, നമുക്ക് പുറത്തേക്ക് പോകാം. സുഭാഷ് പറയുന്നു, പോയിട്ട് വാ മോളെ. സുധീഷ് നിധിയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ്. കണ്ണീര് തുടച്ച് വിഷമത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. സുധീഷ് പറയുന്നു, നിധി വിട്, നിധി നല്ലത് വിചാരിച്ചാണ് ചെയ്തത്. നിധി പറയുന്നു, സുനന്ദ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു, വരാതിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. സുധീഷ് പറയുന്നു, നിധി നിങ്ങളെക്കാട്ടിലൊക്കെ നഷ്ടം എനിക്കാണ്. സുഭാഷേട്ടൻ ക്ഷേത്രത്തിലേക്ക് വന്നിരുന്നു. നിധി കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പറഞ്ഞു. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പോയ ഞാൻ താലി വാങ്ങാൻ പോയപ്പോൾ സ്വർണത്തിന്റെ വില കേട്ട് ഞെട്ടിപ്പോയി. അരപ്പവൻ വരുന്ന ഒരു താലിയും വാങ്ങി കയ്യിലുള്ള കാശെല്ലാം കൊടുത്ത് കടവും പറഞ്ഞാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് വന്നത്. എത്ര എടുത്ത് കടം വാങ്ങിയിട്ട് ഞാൻ എല്ലാ ചിലവും ചെയ്തെന്നറിയുമോ? നിധി ചോദിക്കുന്നു, സുധീഷിന് കാശ് വേണമെങ്കിൽ ഞാൻ തരാം. എത്ര വേണ്ടത്? സുധീഷ് പറയുന്നു, അയ്യോ നിധി, ഞാൻ കാശിന് വേണ്ടിയല്ല പറഞ്ഞത്, എനിക്ക് ഇത്രയും നഷ്ടം വന്നു എന്നാ പറഞ്ഞത്. നിധിയുടെ കയ്യിലിരിക്കുന്ന കാശ് നിധിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ ചുമ്മാ ഇത്രയും ചെലവായെന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം സുനന്ദ വരുമെന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്തത്, അവള് ചതിച്ചു. നിധി പറയുന്നു, സുധീഷ് ആ താലി ഒരു നഷ്ടമായി കരുതണ്ട, എന്നാണെങ്കിലും സുഭാഷേട്ടന്റെ കല്യാണം നടക്കും, ആ താലി എപ്പോൾ നമുക്ക് ഉപയോഗിക്കാം. സുഭാഷേട്ടൻ സുധീഷിന് വേണ്ടി എത്ര ചിലവാക്കി, നമ്മുടെ കല്യാണം ശരിക്കും നടന്നതാണെന്ന് കരുതി ആ റിസപ്ഷൻ എന്ത് ഗ്രാൻഡായിട്ടാ നടത്തിയത്. സുധീഷ് പറയുന്നു, നിധി പറഞ്ഞത് സത്യമാ, സുഭാഷേട്ടന് വാങ്ങിയ താലി എന്നെങ്കിലും ഒരിക്കൽ ഉപയോഗിക്കാം, പക്ഷേ നമുക്ക് തടുന്നത് നാട്ടുകാരെ പറ്റിക്കാനായുള്ള കല്യാണവും റിസപ്ഷനും അല്ലേ. നിധി പറയുന്നു, എല്ലാം ഞാൻ കാരണമാ. അങ്ങനെ നിധി കരയാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇനിയും കരയണ്ട, അതെല്ലാം വിട്ടേര്, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്ക്. സുഭാഷേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നിധി ഇതെല്ലാം ചെയ്തത്. എന്റെ വീടിന് വേണ്ടിയും എന്റെ ചേട്ടന് വേണ്ടിയും എല്ലാം നിധി ഇതെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എങ്ങനെ നിധി എന്റെ കുടുംബത്തെയും എന്റെ ചേട്ടനെയും ഇത്രയും സ്നേഹിക്കുന്നത്? നിധി പറയുന്നു, എന്നാണെങ്കിലും ഞാൻ ഈ വീട്ടിൽ നിന്നും പോകേണ്ടവളാണ്. അങ്ങനെ ഞാൻ പോകുമ്പോൾ ഇവിടെ ഒരു പെണ്ണ് വേണം. അന്ന് നാട്ടുകാർ പറയാൻ പാടില്ല പെണ്ണ് വാഴാത്ത വീടാണെന്ന്. സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണ് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ പോയാൽ നാട്ടുകാരും ഒന്നും പറയില്ല, പെണ്ണു വാഴാത്ത വീടാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇത് കേട്ട് വിഷമത്തോടു കൂടി സുധീഷ് ചോദിക്കുന്നു, അപ്പോ അതിനുവേണ്ടിയാണോ നിധി ഇതെല്ലാം ചെയ്യുന്നത്? നിധി പറയുന്നു, അതിനുവേണ്ടി മാത്രമല്ല, സുഭാഷേട്ടന്റെ കല്യാണം നടക്കണമെന്നും സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇതൊരു കാരണമാണ്. സുധീഷ് പറയുന്നു, പോ, അകത്ത് പോ, നിധിയെ സമാധാനിപ്പിക്കാൻ പുറത്തേക്ക് കൊണ്ടുവന്ന എന്നെ പറഞ്ഞാ മതി. എന്തു പറ്റിയെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഒന്നുമില്ല, പോയി ചേട്ടനും അനിയത്തിയും സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കെ, പോ. നിധി സുധീഷിനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ തന്നെ പോയേക്കാന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോവുകയാണ്. നിധിയും പിന്നാലെ പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാവിലെ സുധീഷും നിധിയും ഹരീഷും നികേഷും ഹോളിലിരിക്കുമ്പോൾ അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, എടാ എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം, ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കറികളൊക്കെ കുറവാണ്. സുധീഷ് പറയുന്നു, അതൊന്നും സാരമില്ല ചേട്ടാ, എനിക്ക് രാവിലെ കാപ്പി പോലും കിട്ടിയില്ല. സുഭാഷ് പറയുന്നു, അയ്യോ ശരിയാണല്ലോ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും തിരിഞ്ഞ് സുധീഷിനെ നോക്കുകയാണ്. നിധി പറയുന്നു, എന്താ സുധീഷ് ഇത്, കല്യാണം മുടങ്ങി വിഷമിച്ചിരിക്കുകയാണ് സുഭാഷേട്ടൻ, അപ്പോഴാ കാപ്പി കിട്ടിയില്ല, കറി കുറഞ്ഞു പോയി. സുധീഷ് പറയുന്നു, നിധി ഞാൻ പാചകം ചെയ്യാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു കാപ്പിയല്ലേ ചോദിച്ചുള്ളൂ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ് നിധി. സുഭാഷ് സുധീഷിന് കോഫി കൊണ്ട് കൊടുക്കുകയാണ്. മൂക്ക് വേണോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, എനിക്ക് വേണ്ട സുഭാഷ് ഏട്ടാ. തുടർന്ന് ഭാസ്കരൻ അടുക്കളയിലേക്ക് വരുമ്പോൾ എല്ലാവരും അടുക്കളയിലേക്ക് ശ്രദ്ധിക്കുകയാണ്. ഭാസ്കരൻ പാത്രങ്ങളൊക്കെ തുറന്നു നോക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എന്താ അച്ഛാ, വിശക്കുന്നോ? എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പുകയാണ് ഭാസ്കരൻ. സുഭാഷ് വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ അതും വാങ്ങി ഭക്ഷണവുമായി പുറത്തേക്ക് പോവുകയാണ് ഭാസ്കരൻ. നിധിയും ഹരീഷും നികേഷും സുധീഷും ഹോളിലിരിക്കുന്നത് കണ്ട് ഭാസ്കരൻ ഭക്ഷണവുമായി ഹോളിലേക്ക് വന്നിരിക്കുകയാണ്. നന്നായിട്ടുണ്ടോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, നീ എന്താണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആ കുഴപ്പമില്ല. സുഭാഷ് കൂടെ ജോലി ചെയ്യുന്ന ബംഗാളി ജോലിക്കാരന്റെ കാര്യം പറയുകയാണ്. അയാളുടെ അച്ഛനും അമ്മയും കേരളം കാണാൻ വരുന്നുണ്ടെന്നും അവരെ ചുറ്റിക്കറക്കി ഒന്ന് കാണിക്കണമെന്നും സുധീഷിനോട് ആവശ്യപ്പെടുന്നു. എത്രയാകുമെന്ന് ചോദിക്കുമ്പോൾ 4000 രൂപയൊക്കെ ആകുമെന്ന് സുധീഷ് പറയുകയാണ്. അത്രയൊക്കെ തരാൻ അവന്റെ കാണുമോ എന്ന് പറഞ്ഞ് വിഷമത്തോടുകൂടി സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ നിധി പറയുന്നു, സുധീഷിന്റെ ട്രാവൽസ് അല്ലേ, കുറച്ചൊന്ന് കുറച്ചുകൂടെ? ഇത് കേട്ട് തിരിഞ്ഞു നോക്കുകയാണ് സുഭാഷ്. ഭാസ്കരനും മറ്റെല്ലാവരും സുധീഷിനെ ശ്രദ്ധിക്കുന്നു. സുധീഷ് പറയുന്നു, നിധി ഞാൻ പോയാൽ കുഴപ്പമില്ല, വേറൊരു ഡ്രൈവറെയാണ് ഞാൻ പറഞ്ഞു വിടുന്നത്, അവൻ കാശ് ചോദിക്കില്ലേ? നിധി പറയുന്നു, അത് ശരിയാ, ഡ്രൈവർക്കും പെട്രോളിനും കാശ് കൊടുക്ക്, ട്രാവൽസിലുള്ള വണ്ടിയെല്ലാം സുധീഷിന്റെ അല്ലേ, വണ്ടിയുടെ ഓണർ സുധീഷ് അല്ലേ, അപ്പൊ കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. ഞെട്ടി ഭാസ്കരൻ ചോദിക്കുന്നു, ഓണറോ? ആരാ ഓണർ? വിരൽ ചൂണ്ടി സുധീഷ് പറയുന്നു, അച്ഛൻ മിണ്ടരുത്. ഇത് കേട്ട് നിധി ശ്രദ്ധിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, അച്ഛൻ മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് പോ. ഭാസ്കരൻ ചോദിക്കുന്നു, മോളെ ഇവൻ നിന്നോട് ട്രാവൽസിന്റെ ഓണർ ആണെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അതേന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, ഏത് ട്രാവൽസിന്റെ ഓണർ? ഓണർ സർ, സാറിന്റെ ട്രാവൽസ് ഏതാ? ഇവന്റെ മുഖം കണ്ടാൽ ട്രാവൽസിന്റെ ഓണറായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് കേട്ട് ഹരീഷും നികേഷും പുഞ്ചിരിച്ച് കുനിങ്ങിരിക്കുമ്പോൾ കൈകൂപ്പി സുധീഷ് പറയുന്നു, അച്ഛനൊന്ന് പോയി തരുമോ? ഭാസ്കരൻ പറയുന്നു, നീ
മിണ്ടാതിരിക്കടാ. നീ ഈ കൊച്ചിനോട് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? മോളെ, ഇവൻ ഓണറും അല്ല ഒന്നുമല്ല. ഇവൻ ഒരു ഡ്രൈവറാണ്. ഡ്രൈവർ ഡ്രൈവർ ഡ്രൈവർ, ടാക്സി ഓടിക്കുന്ന ഡ്രൈവർ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി സുധീഷിനെ നോക്കുമ്പോൾ തലയിൽ കൈവച്ച് കുനിങ്ങിയിരിക്കുകയാണ് സുധീഷ്. ഹരീഷും നികേഷും ചിരിച്ചുകൊണ്ട് കുനിങ്ങിയിരിക്കുന്നു. ഹരീഷ് പറയുന്നു, അവൻ ഓണറൊന്നും അല്ല, ട്രാവൽസില് വണ്ടി ഓടിക്കുകയാണ്. ആരെങ്കിലും വണ്ടി ഓടിക്കാൻ വിളിച്ചാ പോകും. ഏട്ടത്തിയുടെ വീട്ടിലും അവൻ ഡ്രൈവർ ജോലിക്കല്ലേ വന്നത്, പിന്നെ എങ്ങനെയാ ഏട്ടത്തി അവൻ ട്രാവൽസിന്റെ ഓണർ ആകുന്നത്? നിധി പറയുന്നു, സുധീഷ് അങ്ങനൊന്നും അല്ല എന്നോട് പറഞ്ഞത്. സ്വന്തമായിട്ട് ട്രാവൽസ് ഉണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാള്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ മറ്റു ഡ്രൈവേഴ്സിനെ ആരെയും വിടാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ ഞാൻ തന്നെ വന്നതെന്നൊക്കെയാ പറഞ്ഞത്. സുധീഷ് അന്ന് എന്നോട് അങ്ങനെയല്ലേ പറഞ്ഞത്? സുധീഷ് പറയുന്നു, നിധി എന്നോട് എത്ര ചോദ്യം ചോദിച്ചാലും എനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ. അന്ന് നിധി ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിധി ഇങ്ങനെ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്തിനാ അറിയാത്ത ഒരു പെണ്ണിനോട് സത്യം പറയണമെന്ന് വിചാരിച്ച് ഞാൻ അന്നങ്ങനെ കള്ളം പറഞ്ഞുപോയി. ഞാൻ എന്റെ കസ്റ്റമേഴ്സിനോടൊക്കെ പല കഥകൾ പറയാറുണ്ട്. അതുപോലാണ് ഞാൻ അന്ന് നിധിയോടും പറഞ്ഞത്. നിധി പറയുന്നു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇനി എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് സത്യം പറയണമെന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ഇനി നിധിയോട് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല, ഇതായിരുന്നു ലാസ്റ്റ് പറഞ്ഞ കള്ളമെന്ന്. സുഭാഷ് പറയുന്നു, വിടുമോളെ, അവന്റെ സ്വഭാവം അറിയാലോ. അപ്പൊ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഞാൻ വന്നിട്ട് 3 മാസമായി. ഇത്രയും നാളും ഈ കള്ളം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. അത് തെറ്റല്ലേ സുഭാഷ് ഏട്ടാ? നികേഷ് പറയുന്നു, തെറ്റാ ഏട്ടത്തി, വലിയ തെറ്റാ. സുഭാഷ് പറയുന്നു, മിണ്ടാതിരിക്കടാ. എടാ സുധീഷ്, ഇനിയെങ്കിലും ചുമ്മാ അതിങ്ങനെ തള്ളാതെ എന്താണെങ്കിലും സത്യം പറയണം. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? സുധീഷ് പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ, ഇനി ഞാൻ ഒരിക്കലും കള്ളം പറയില്ല, പ്രോമിസ്. അങ്ങനെ സ്വന്തം കയ്യിലടിച്ച് സത്യം ചെയ്യുകയാണ് സുധീഷ്. സുഭാഷ് പറയുന്നു, നിധി അവനിപ്പോ സത്യം ചെയ്തില്ലേ, ഇനി അവൻ നുണ പറയില്ല. നിധി പറയുന്നു, ഇല്ല സുഭാഷ് ഏട്ടാ, ഞാൻ ഇനിയും സുധീഷിനെ വിശ്വസിക്കുകയില്ല. ഈ കൂട്ടുകെട്ട് ഞാൻ അവസാനിപ്പിച്ചു, എന്നെ വിട്ടേരെന്ന് പറഞ്ഞ് നിധി റൂമിലേക്ക് പോകുമ്പോൾ സുധീഷ് പറയുന്നു, അയ്യോ നിധി പോവല്ലേ, ഞാൻ അറിയാതെ പറഞ്ഞതാ. നിധി വാതിലടയ്ക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു, ഇപ്പോഴാ വയറും മനസ്സും നിറഞ്ഞത്. സുധീഷ് ദേഷ്യത്തോടുകൂടി ഭാസ്കരനെ നോക്കുമ്പോൾ ഭക്ഷണം കഴിച്ച പാത്രവുമായി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ഭാസ്കരൻ. തുടർന്ന് നിധി തുണി കഴുകി വിരിക്കുമ്പോൾ അരികിലേക്ക് വന്ന് സഹായിക്കാനായി തുടങ്ങുകയാണ് സുധീഷ്. നിധി പറയുന്നു, അതവിടെ വെക്ക്, ഞാൻ തന്നെ ചെയ്തോളാം. സുധീഷ് ചോദിക്കുന്നു, നിധി എന്നോട് ദേഷ്യമാണോ? അപ്പൊ നിധി ചോദിക്കണം, ഞാൻ എന്തിനാ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത്? സുധീഷ് പറയുന്നു, അന്ന് ഞാൻ അറിയാതെ പറഞ്ഞതല്ലേ ഈ നുണകളെല്ലാം, എന്നോട് ക്ഷമിക്ക്. നിധി പറയുന്നു, നിങ്ങൾ ഡ്രൈവർ ആയാലും ഓണർ ആയാലും എനിക്കെന്താ? ട്രാവൽസോ ഒരു കാർ കമ്പനിക്ക് ഓണർ ആയിട്ടോ ഇരിക്കും, എനിക്ക് ഒരു പ്രശ്നമില്ല. സുധീഷ് പറയുന്നു, ദേഷ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദേഷ്യപ്പെടുന്നത് കണ്ടോ? നിധി പറയുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 3 മാസമായി. എല്ലാവരെയും എനിക്കറിയാം. അവര് 3 പേരും ഇങ്ങനെ നുണകൾ പറയാറില്ല. നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ കള്ളം പറയുന്നത്? ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ കള്ളം പറയാൻ എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്? സുധീഷ് പറയുന്നു, നിധി ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞ നുണയാണെങ്കിൽ എന്നോട് ദേഷ്യപ്പെടുന്നതിൽ കാര്യമുണ്ട്. ഞാനിത് തക്കലയിൽ വെച്ച് പറഞ്ഞതല്ലേ. അന്ന് എനിക്ക് നിധി ആരാണെന്ന് അറിയില്ല. നിധി പറയുന്നു, ശരി, അന്ന് എന്നെ അറിയില്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു. ഇപ്പൊ എന്നെ നന്നായിട്ട് അറിയാലോ. നിങ്ങളുടെ വീട്ടില് 3 മാസമായിട്ട് ഞാൻ താമസിക്കുക. ഞാൻ എപ്പോ ചോദിച്ചാലും പറഞ്ഞ കള്ളം നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയായിരുന്നല്ലോ. അന്ന് ഞാൻ കോളേജിൽ പോകുമ്പോൾ ഒരു വണ്ടി വന്നു, അത് എന്റെ ട്രാവൽസിലെ വണ്ടിയാണ്, എന്റെ ഡ്രൈവർ ആണെന്നൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് തന്നു. അന്ന് സത്യം പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാ അന്ന് എന്നോട് കള്ളം പറഞ്ഞത്? ഓർക്കുമ്പോ എനിക്ക് ദേഷ്യമാ വരുന്നത്. അന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ട്രാവൽസിൽ എനിക്ക് പറ്റിയ ജോലിയുണ്ടോന്ന്. അപ്പൊ പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് ദേഷ്യ. എന്നോട് ഇനി മിണ്ടി പോകരുത്. കൊഞ്ചിക്കൊണ്ട് സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഇങ്ങനെയൊക്കെ പറയുന്നത്? നിധി പറയുന്നു, നിന്ന് ചിണുങ്ങാതെ, കഷ്ടം. ഞാൻ പറഞ്ഞതാ. ഇനി ഞാൻ ഈ വീട്ടിൽ എല്ലാവരോടും സംസാരിക്കും, പക്ഷെ നിങ്ങളോട് ഞാൻ സംസാരിക്കാനേ പോകുന്നില്ല. ഇനി നിങ്ങളാരോ ഞാനാരോ, എനിക്ക് നുണ പറയുന്നവരെ ഇഷ്ടമേ അല്ല. സുധീഷ് പറയുന്നു, ഇങ്ങനെ ദേഷ്യപ്പെടാതെ നിധി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഈ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നിധിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു, പക്ഷെ അങ്ങനെ ഒരു സന്ദർഭം കിട്ടിയില്ല. നിധി പറയുന്നു, ഓ സന്ദർഭം കിട്ടിയില്ല, അതുകൊണ്ട് എന്നോട് സത്യം പറഞ്ഞില്ല. 24 മണിക്കൂറും ഞാൻ ഭയങ്കര ബിസി ആയിരുന്നല്ലോ, എന്നോട് സംസാരിക്കാനേ നേരമില്ലായിരുന്നല്ലോ. നിങ്ങളും ഭയങ്കര ബിസി, അതുകൊണ്ട് നിങ്ങൾക്ക് സന്ദർഭം കിട്ടിയില്ല. ദിവസവും നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ചുമ്മാ തിരിക്കുകയല്ലായിരുന്നോ ഞാൻ? എന്തെല്ലാം കാര്യത്തിന് നിങ്ങളും ഞാനും കൂടെ കാറിൽ പോയി, അപ്പോഴൊന്നും നിങ്ങൾക്ക് സന്ദർഭം കിട്ടിയില്ലേ? സുധീഷ് പറയുന്നു, അത് അങ്ങനല്ല. നിധി എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നിധിയോട് എനിക്ക് സ്വന്തമായിട്ട് ട്രാവൽസ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യമേ ഓർമ്മയിലുണ്ടായിരുന്നില്ല. എല്ലാ കസ്റ്റമേഴ്സിനോടും പറയുന്നത് പോലെയാ ഞാൻ നിധിയോടും പറഞ്ഞത്. ഞാൻ പറഞ്ഞ കള്ളം എനിക്ക് തന്നെ ഓർമ്മയില്ല, പിന്നെ എങ്ങനെ ഞാൻ നിധിയുടെ അടുത്ത് വന്ന് സത്യം പറയുക? അതാ ഫസ്റ്റ് കാരണം. രണ്ടാമത്തെ കാരണം, നിധിയുടെ അടുത്ത് വന്ന് സത്യം പറയത്തക്ക രീതിയിൽ ഒരു സ്പേസ് നിധി എനിക്ക് തന്നില്ല. ഞാൻ നിധിയോട് സംസാരിക്കാൻ വന്നാൽ ഈ വീട് വിട്ടു പോവാട്, ഡിവോഴ്സ് വേണം, തനിച്ച് വാടക വീട്ടിലേക്ക് പോവാ, ഹോസ്റ്റലിൽ നോക്കാൻ പോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ഫ്രണ്ട് ആയിട്ട് പോലും എന്നെ നിധി കരുതിയിട്ടില്ല. ഞാൻ നിധിയുടെ ആരാണെന്ന് പോലും അറിയില്ല. സുഭാഷ് ഏട്ടൻ നിധിയുടെ ചേട്ടൻ, നികേഷ് അനുജനെ പോലെ, ഹരീഷിനോട് പോലും സ്നേഹത്തോടു കൂടി സംസാരിക്കും. എന്തിന്, എന്റെ അച്ഛനോട് പോലും നന്നായി സംസാരിക്കും. പക്ഷെ എന്നെ മാത്രം ശ്രദ്ധിക്കാറ് പോലുമില്ല. ഇങ്ങനെ ഒരാള് ഇവിടെ
ഇവിടെ ഉണ്ടെന്ന് പോലും ചിന്തിക്കാറില്ല. എന്റെ ഒരു ഫ്രണ്ടായിട്ട് പോലും കാണുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ നിധിയോട് സത്യം പറയും? നിധി പറയുന്നു, എന്ത് പറഞ്ഞാലും ഒരു ന്യായം കാണുമല്ലോ. അതെങ്ങനാ? നേരത്തെ ആലോചിച്ച് എന്ത് പറയണമെന്ന് തീരുമാനിച്ചു വരുന്നതാണോ അതോ സന്ദർഭത്തിനനുസരിച്ച് പെട്ടെന്ന് ആലോചിച്ച് പറയുന്നതാണോ? സുധീഷ് പറയുന്നു, നിധി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്നെ ഒരു ഫ്രണ്ടായിട്ട് പോലും കാണാത്ത ആളോട് ഞാൻ സത്യം പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഇത് കേട്ട് നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ദേ നോക്ക്, ഞാൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് നിധിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? നിധി പറയുന്നു, വേണ്ട, സുധീഷ് എങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയും സുധീഷുമായിട്ട് ഞാൻ സംസാരിക്കില്ല. എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാകൂ. സുധീഷിന്റെ ജോലി നോക്കിപ്പോ, ഞാൻ എന്റെ ജോലി ചെയ്യട്ടെ. സംസാരിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ഇനി നമ്മള് സംസാരിക്കുന്നേ ഇല്ല. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയുന്നു, നിധി ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. ഈ തുണിയെല്ലാം വെള്ളത്തിലിട്ടിട്ട് പോവാണോ? നിധി തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് പോവുകയാണ്. സുധീഷ് വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.